ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയെ അപകടപ്പെടുത്താനായിട്ട് ഭവാനിയുടെ ഗുണ്ട പുറകെ കൂടെ ഇട്ട് ഓടിക്കുക. അങ്ങനെ ഓടിച്ചോടിച്ച് ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഇയാളെ കണ്ട് ഭയന്ന് ഓടുവാണ്. കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളുടെ കയ്യിലിരുന്ന കത്തിയെടുത്ത ഒരു ഒറ്റയേറ് അത് ഭൂമിയുടെ പുറകിൽ വന്ന് കൊണ്ടു. അങ്ങനെ ഭൂമി അവിടെ കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ ഭൂമി അവിടെ വീണു. ഭൂമിയുടേതായിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും കണ്ടെത്താനായിട്ട് ഭൂമിയെ കയ്യിലേക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഒരുപാട് സ്വപ്നമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുക അവിടെ നമ്മുടെ ഭവാനി. പക്ഷേ എന്തായാലും ഭൂമിക്ക് ആ ഒരു വലിയ ആപത്ത് സംഭവിച്ചില്ല. ഭൂമിക്ക് അവൻ്റെ ആ കൊലയാളിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായി. ഭവാനിയുടെ വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അത്. ഭവാനി കണ്ട സ്വപ്നത്തിൽ ഭൂമി ഇതേ ഇപ്പം മരിച്ചു വീണു എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുക. പക്ഷേ ഭൂമിയുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും അയാൾക്ക് സാധിച്ചതുമില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ചുവേട്ടന് ടെൻഷനായി തുടങ്ങി. അച്ചുവേട്ടന് പേടിയായി തുടങ്ങി. അച്ചുവേട്ടനും ഈ ഒരു ഭൂമിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ളൊരു സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഭൂമിയെ തനിക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരിത്. ഭവാനി എങ്ങാനും സത്യങ്ങൾ അറിഞ്ഞാൽ ഉറപ്പായും ഭൂമി തനിക്ക് നഷ്ടപ്പെട്ട് പോകുമെന്ന് അച്ചുവേട്ടന് കറക്റ്റായിട്ട് അറിയാം. അച്ചുവേട്ടൻ എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കും കേട്ടോ. ഈ സമയത്ത് ഭൂമി കടയിലേക്ക് പോയിരിക്കുകയാണല്ലോ. അപ്പം അച്ചുവേട്ടൻ ആകെ ഒരു വയ്യാഴികയും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ അച്ചുവേട്ടൻ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ അംബിക അങ്ങോട്ടേക്ക് ഒന്ന് അച്ചുവേട്ടൻ ഇതെവിടെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പുറത്ത് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പോഴോ? ഇപ്പം എന്തിനാ പുറത്ത് പോകുന്നത്? അച്ചുവേട്ടൻ്റെ മുഖത്തൊക്കെ വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ. അച്ചുവേട്ടൻ തന്നെ പുറത്തേക്ക് പോവണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഞാൻ പുറത്തേക്ക് പോയാൽ എന്നാ കുഴപ്പം? ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ചുവേട്ടൻ ഇങ്ങനെ പറയുക. ഒരു കാര്യം ചെയ്യുക, അച്ചുവേട്ടൻ തന്നെ പോകണ്ട, അച്ചുവേട്ടൻ ഭൂമിയും കൂടെ വിളിച്ചുകൊള്ളാൻ പറഞ്ഞു. ഭൂമിയും കൂട്ടി പോയാൽ മതി എന്ന് പറയുമ്പോൾ എന്തിനും ഏതിനും ഭൂമി, എന്തിനാ എപ്പോഴും ഭൂമി എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക. അച്ചുവേട്ടൻ എന്തിനാ അതിനെ ചൂടാകുന്നതെന്ന് അംബിക ചോദിച്ചു. അല്ല, എവിടെ പോകുമ്പോഴും മോളെയും കൂട്ടിക്കൊണ്ടല്ലേ പോകാറ്. നാളെ ഭൂമി ഇല്ലാണ്ട് വന്നാൽ നീ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അച്ചുവേട്ടാ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുതെന്ന് പറഞ്ഞ് അംബിക ഇങ്ങനെ പറയുക. അതല്ല ഞാൻ പറഞ്ഞത്, നാളെ ഭൂമിയെ അവളുടെ അച്ഛനും അമ്മയും വന്ന് വിളിച്ചുകൊണ്ട് പോയാൽ പിന്നെ നമുക്ക് ആരാ ഉള്ളത്? അതാ ഞാൻ പറഞ്ഞതെന്ന് അച്ചുവേട്ടൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെയൊന്നും പറയല്ല അച്ചുവേട്ടാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചുവേട്ടന് ഭയങ്കര സങ്കടമായി. ഞാൻ പോയതൊന്നും നീ ഭൂമിയോട് പറയണ്ടെന്നും പറഞ്ഞ് അച്ചുവേട്ടൻ പോകും. അച്ചുവേട്ടൻ നേരെ പോകുന്നത് ഭൂമിയുടെ യഥാർത്ഥ അച്ഛനെ കാണാനാണ്. അദ്ദേഹത്തെ കണ്ട് സത്യനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം നേരെ സത്യൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സത്യൻ്റെ വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. അദ്ദേഹം വന്ന് വാതിൽ തുറന്നു. അപ്പോൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് അച്യുതൻ, ഞാൻ ഭൂമിയുടെ അച്ഛനാ, മനസ്സിലായില്ലേ ചോദിച്ചു. എനിക്കറിയാം മനസ്സിലായി, കയറി വരുമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ എന്താ അദ്ദേഹം വന്നതെന്ന് ചോദിച്ചു. ഭൂമി മോൾ എന്തെടുക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു അതൊക്കെ ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്ന് അച്യുതേട്ടൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഭാര്യയും മകളെയും നഷ്ടപ്പെട്ടു പോയൊരു കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അച്യുതേട്ടൻ പറയും. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അച്യുതൻ അത് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോളെയും എൻ്റെ ഭാര്യയും എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണെന്നും ആ സമയത്ത് അച്ചുവേട്ടനോട് തൻ്റെ പണ്ട് കാലത്തുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം പറയും. ഇതൊക്കെ കേട്ട് അച്ചുവേട്ടൻ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ. ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ കഥകളെല്ലാം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂമി മറ്റെവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആരെങ്കിലും, അതായത് സാറിൻ്റെ മകള്, അങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ ആ ഒരു പേര്, ആ ഒരു ഇതിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ സാറിൻ്റെ മകളെ മറ്റാരെങ്കിലും എടുത്ത് വളർത്തുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മനസ്സറിയാൻ വേണ്ടി അച്ചുവേട്ടൻ ചോദിക്കുമ്പോൾ, എൻ്റെ മോളി ഭൂമിയുടെ കോണിൽ എവിടെയായിരുന്നാലും അവളെ ഞാൻ കണ്ടെത്തുമെന്നും അതുപോലെ അവളെ ഞാൻ തിരിച്ചു പിടിക്കുമെന്നും പറയാം. എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മോളെ ആരെങ്കിലും എടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മയിൽ നിന്ന് പോലും എൻ്റെ മോളുടെ ഓർമ്മകൾ ഞാൻ മായ്ച്ചു കളയും. പിന്നെ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ആർക്കും എൻ്റെ കുഞ്ഞിനെ പിന്നെ ഞാൻ കൊടുക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുക. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പാവ അച്ചുവേട്ടന് പേടിയായി. അച്ചുവേട്ടൻ ആകെ ടെൻഷനായി. തൻ്റെ മകളെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ ഒരു മനസ്സ് അത് ഉള്ളിൽ സ്ഥായിയായി കയറി കഴിഞ്ഞു അദ്ദേഹത്തിന്. അങ്ങനെ ആകെ പേടിച്ചേരണ്ട ഇങ്ങനെ നിൽക്കുക. അല്ല, ഇതൊക്കെ ഇപ്പോൾ അച്യുതനോട് വന്ന് ചോദിക്കാൻ കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു. അല്ല, സാറിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും മോള് വീട്ടിൽ പറയാറുണ്ട്, അപ്പോൾ അത് കേട്ടതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയെപ്പോലൊരു മകളെ കിട്ടിയ താൻ ഭാഗ്യവാനാണോ, എൻ്റെ മോൾക്കും ഭൂമിയുടെ അതേ പ്രായമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയും കേട്ടോ. അങ്ങനെ ഇവരിതിങ്ങനെ സംസാരിക്കുന്നു. അതിനുശേഷം തൻ്റെ മകളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ അവിടെ ഇരിക്കുന്നതിൽ ഇങ്ങനെ തലോടിയാൽ അദ്ദേഹം സങ്കടപ്പെട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അച്ചുവേട്ടൻ അങ്ങോട്ട് പോയി അച്ചുവേട്ടൻ ഈ നാട് വിട്ട് പോകണമെന്ന് തന്നെ തീരുമാനം എടുക്കും. ഇനി ഈ നാട്ടിൽ നിന്നാൽ തനിക്ക് തൻ്റെ മകളെ നഷ്ടപ്പെടുമെന്നും തൻ്റെ മകൾ വേറൊരാളെ അച്ഛ എന്ന് വിളിക്കുന്നത് കേൾക്കാനുള്ളൊരു
റാണി തനിക്കില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു തീരുമാനമായിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് ആ കൊലയാളിയാണെങ്കിൽ ഭവാനിയെ വിളിച്ചിട്ട് ആ പെണ്ണ് അച്യുതൻ്റെ തന്നെ മകളാണെന്ന കാര്യം വിളിച്ചു പറയാം. അപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഭവാനിക്ക് സമാധാനമായത്. ഇതേ നേരത്തിന് അജയുമായിട്ട് സംസാരിച്ച് ഭൂമിയാണ് അജയുടെ മനസ്സിലെന്നും പറഞ്ഞു ഭവാനിയോട് ചെന്ന് അഞ്ജന വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ ഭവാനിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര കലിപ്പ്. എന്തായാലും അച്യുതൻ്റെ മകളാണല്ലോ, മറ്റേ സത്യൻ്റെ മകളല്ലല്ലോ, അപ്പോൾ അത്ര ഒരു ആശ്വാസം. പക്ഷേ ഭൂമി എന്ന് പറയുന്നവളെ നിഷ്പ്രയാസം ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കാമെന്നാണ് ഭവാനി വിചാരിച്ചത്. തൻ്റെ മകളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് ആരായിരുന്നാലും അവരെ എന്നേക്കുമായി തുടച്ച് നീക്കുമെന്ന് തന്നെ ഭവാനി മകൾക്ക് വാക്ക് കൊടുക്കുക. മോള് ഒരു കാരണവശാലും അജയിൽ നിന്ന് പിന്തിരിയരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അജയോട് ഈ അഞ്ജന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നന്നായി, പക്ഷേ അങ്ങനെ പറഞ്ഞ് നീ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കരുത്, അവനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യങ്ങൾ നീ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അമ്മ മോൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുക. അതിനുശേഷം പിന്നെ ഈ അഞ്ജന നമ്മുടെ അജയുടെ പിന്നാലെ തന്നെ കൂടുവാണ്. അജയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തും റോസാപ്പൂക്കൾ കൊടുത്തു അങ്ങനെയൊക്കെ. ഇതൊക്കെ കാണുന്തോറും അജയ്ക്ക് ഭയങ്കര വെറുപ്പും ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ. അജയ് അന്നേരം ഭൂമി എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ നിർത്തി കളിക്കാൻ തന്നെ തീരുമാനിച്ചു അഞ്ജനയെ കൊണ്ട് പൊറുതി മുട്ടിക്കഴിഞ്ഞപ്പോൾ. കാരണം അഞ്ജന ഒരു രീതിയിലും ഇടവും വലവും അജയെ വിടുന്നില്ല. അങ്ങനെ അഞ്ജന കാരണം ശ്വാസം മുട്ടി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അഞ്ജനയെ വിളിച്ചിട്ട് അജയ് പറഞ്ഞു, അടുത്ത ദിവസം എൻഗേജ്മെൻ്റ് ആണെന്ന്, ഭൂമി വരും, ഭൂമിയുടെ കൈകളിൽ ഞാൻ മോതിരം അണിയിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അജയ് ഇങ്ങനെ അഞ്ജനയോട് പറയുക. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അഞ്ജനയ്ക്ക് പിന്നെ ഇരിക്കപ്പുറതിയുണ്ടോ, അഞ്ജനയ്ക്ക് ഭയങ്കര കലിപ്പ്. അങ്ങനെ അജയ് തൻ്റെ ജീവിതത്തിലേക്ക് ഭൂമിയെ കൈപിടിച്ച് കൊണ്ടുവരുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അഞ്ജനയ്ക്കും അഞ്ജനയുടെ അമ്മയ്ക്കും നെട്ടോട്ടം. അപ്പം മോൾ ഇതൊന്നും ഓർത്ത് പേടിക്കേണ്ട, അപ്പോൾ അടുത്ത ദിവസം ഭൂമി അങ്ങോട്ടേക്ക് വരും എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം. മകള് പറഞ്ഞു, അജയ് പറഞ്ഞൊക്കെ അറിയാം. അപ്പോൾ ഭൂമി അവിടെ വരുമ്പോൾ ഭൂമിയുടെ ജീവൻ അവിടെ വെച്ച് തന്നെ എടുക്കണമെന്നുള്ളൊരു ഇതിൽ ഭവാനി അവിടെ പ്ലാൻ ഒരുക്കുക. അതും ഭൂമിയെ കരണ്ടടിച്ച് ഭൂമി മരിക്കണം. അപ്പോൾ ഭൂമി വരുമ്പോൾ അടുക്കളയിൽ പായസം ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അടുക്കളപ്പണിക്ക് കയറുന്ന സമയത്ത് അവിടെ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. അപ്പോൾ ആർക്കും ഒരു പരാതിയില്ല, അജയുടെ വീട്ടിലാണല്ലോ മരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ ആർക്കും സംശയങ്ങളോ കാര്യങ്ങളോ വരാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭവാനി അത് അടുക്കളയിലൊക്കെ സെറ്റപ്പ് ചെയ്യും. അപ്പോൾ മോള് പേടിക്കേണ്ട, അച്യുതൻ്റെ മോൾ ഇങ്ങോട്ട് വരട്ടെ, അവൾ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭവാനി എന്നാ ചെയ്തു, ആരും അറിയാതെ അടുക്കളയിൽ കയറി സ്വിച്ച് ബോർഡിൻ്റെ എന്തൊക്കെയോ വയറൊക്കെ കണ്ടിച്ചിടുമോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ കാണിച്ചു. അങ്ങനെ ഭൂമിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയിൽ നിന്ന് ഈ ഒരു ഉറപ്പ് കിട്ടിയല്ലോ. അമ്മയിൽ നിന്ന് ഈ ഒരു ഉറപ്പ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും മകൾ നേരെ അജയുടെ അടുത്തേക്ക് ചെല്ലുക. നിൻ്റെ ഒരു കളികളും എൻ്റെ അടുത്ത് നടക്കില്ല എന്നും പറഞ്ഞു. നിന്നെ ഞാനെന്ന കുറ്റിയിൽ തളച്ചിടുമെന്നും ആ കുറ്റിക്ക് ചുറ്റും മാത്രമേ നീ കറങ്ങുകയുള്ളൂ എന്നും പറഞ്ഞ് അഞ്ജന ഇങ്ങനെ നമ്മുടെ അജയെ ഭീഷണിപ്പെടുത്തുക. ഒരു കാരണവശാലും നിൻ്റെ ജീവിതത്തിലേക്ക് ഭൂമി എന്ന് പറയുന്നവൾ കടന്നു വരില്ല എന്നും നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു ഭാര്യ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അജയ് നടുങ്ങിപ്പോയി. അപ്പോൾ ഇവള് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം അജയ്ക്ക് അവിടെ മനസ്സിലായി. അപ്പോൾ ഒരു രീതിയിലും അജയ്ക്ക് ഇതിൽ നിന്ന് തലയൂരി പോരാനായിട്ട് പറ്റാതെയും വന്നു. കാരണം മുത്തശ്ശി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിനപ്പുറം അജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയൊരു സാഹചര്യം. അപ്പോൾ അങ്ങനെ അജയുടെ ജീവിതം വീണ്ടും ഭയങ്കര ദുരിതത്തിലേക്ക് ആകുകയാണെന്നുള്ളത് അജയ്ക്ക് മനസ്സിലായി. അജയ് പല വാതിലിലും മുട്ടി, ഒരു രക്ഷയില്ല. ഈ സമയത്ത് നമ്മുടെ ഭൂമിയോട് അച്ഛൻ പറയുവാണ്, ഇനിയിപ്പോൾ നമുക്ക് ഈ നാട്ടിൽ നിൽക്കേണ്ട, നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാമെന്ന്. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നമ്മളെന്തിനാണ് ഇവിടുന്ന് മാറി താമസിക്കുന്നതെന്ന് ഭൂമി ചോദിക്കുമ്പം ഇവിടുന്ന് മാറി താമസിച്ചേ പറ്റൂ, ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് അച്ഛൻ തറപ്പിച്ച് ഭൂമിയോട് പറയുന്നത് കേട്ടപ്പോൾ ഭൂമി ഒന്ന് ഞെട്ടി. അച്ഛൻ ഇതുവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഭൂമി കണ്ടിട്ടില്ല. അച്ഛേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അംബിക ചോദിക്കുമ്പോൾ നീ മിണ്ടരുത് അംബികയെന്ന് അച്ഛേട്ടൻ പറഞ്ഞു. എനിക്കറിയാം എന്ത് വേണമെന്ന്, നമ്മളിനി ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്ന കാര്യം അച്ഛേട്ടൻ പറയാം. അപ്പോൾ ഭൂമിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വല്ലാത്ത വിഷമം, അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഭൂമിക്കാണെന്നുണ്ടെങ്കിൽ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയാലും അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചേ പറ്റുള്ളൂ. ഈ നാട്ടിലാണെങ്കിൽ കുറച്ച് പരിചയക്കാരെങ്കിലും ഉണ്ട്, പക്ഷെ മറ്റൊരു നാട്ടിലേക്ക് പോയാൽ ആര്, എന്ത്, എങ്ങനെ, ഏത്, ഇതൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയും പരിഭവവും ഒക്കെ നമ്മുടെ ഭൂമിക്കുണ്ട്. ആ സമയത്ത് ഭൂമിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അച്ഛേട്ടന് മനസ്സിലായി. അച്ഛേട്ടൻ എന്നിട്ട് നേരെ ഭൂമിയുടെ അടുത്ത് ചെന്നിരുന്ന ഭൂമിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഭൂമിയോട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറയും. ഇവിടെ നിന്ന് ശരിയാവില്ല, നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് പോകണം, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. ആ ഒരു സമയത്ത് അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഭൂമി പറഞ്ഞു. അതിനപ്പുറം അച്ഛനെ സങ്കടപ്പെടുത്താൻ ഭൂമിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭൂമി ശരി, അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പോയേക്കാം, അങ്ങനെ ആ ഒരു മൈൻഡിൽ ഭൂമിയും വന്നു. അങ്ങനെ അവർ ആ നാട് വിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അവിടെ ഭൂമിയുടെ എൻഗേജ്മെൻറ്റ് നടക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സൗഭാഗ്യപുരത്ത്. ഇത് ഭൂമി അറിയുന്നില്ല.
അജയ് ആണെന്നുണ്ടെങ്കിൽ അഞ്ജനയിൽ നിന്ന് രാക്ഷസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭൂമി വിവാഹം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് ആപത്തുകൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയല്ല, ഇതിൽ കൂടുതൽ വിശേഷങ്ങളും പറയാനുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. എന്തായാലും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഓടിപ്പോകുന്നൊരു സീരിയലാണെന്ന് തോന്നുന്നു ഇവർ വിവാഹിതരായാൽ. അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്കൊക്കെ ആശംസിക്കാം. അപ്പോൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. ടാറ്റാ.